ഇല്ല, കൂട്ടിട്ടൊന്നുമില്ല. മൂന്ന് പാർട്ടി വന്നു. 450 രൂപയാണ്. വേണ്ട, ജോസ് വെച്ചോ. കാര്യങ്ങളൊക്കെ ഇനി ജോസല്ലേ നോക്കേണ്ടത്. അതൊക്കെ ശരി തന്നെ, ഇതിപ്പോ ചേർത്ത് വെച്ചോ. വേണ്ട, ജോസിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി തന്നാ മതി. എനിക്കിപ്പോ ആവശ്യമൊന്നുമില്ല, വേറെ ചോദിച്ചോളാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ചില്ലറ ചെലവുകൾ ഉണ്ടാവില്ലേ? അത്യാവശ്യത്തിന് പണം എന്റെ ഉണ്ട്. ജോസേ, ഇവിടുത്തെ എല്ലാം ജോസിന്റെ സ്വന്തം പോലെ കരുതിയാ മതി. ഓ, ഇനി മുതൽ അങ്ങനെ കരുതിക്കോളാം. എന്നാൽ അങ്ങനെ ആട്ടെ. ഇതിരിക്കട്ടെ, കുറച്ച് കാശാ. വർക്കിത്തിന്റെ കൊടുത്താ വാങ്ങത്തില്ല. അപ്പാപ്പന്റെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട, എന്തേലും ആവശ്യം വരും. ജോസിനെ കണ്ടില്ലേ? ജോസ് കാളയെ കുളിപ്പിക്കാൻ പോയെന്ന് അന്നമ്മേടത്തി പറയണ കേട്ടു. ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോവൂ. അന്നമ്മേടത്തിയേ, ഞാൻ ഇറങ്ങാ. അലക്ക് കഴിഞ്ഞ് വണ്ണാത്തേക്ക് പെണ്ണ് കെട്ടാൻ നേരലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ ജോസേ, വന്നപാടെ കെട്ടും പൂട്ടും ഒക്കെ ആയോ? ചേലക്കര വന്നിട്ട് നിനക്ക് കോളയല്ല, ഒരു 50-55 കിലോ വരും. എന്താ? പശുവിനെ രോഗം, കുളമ്പ് രോഗം. ഇനി ഉള്ള തൂക്കം കുറയാണ്ട് നോക്കിയാ കൊള്ളാം. വിക്കൂല എന്ന് പറഞ്ഞ പശുവാ. തൂക്കം കുറഞ്ഞപ്പോ കുറഞ്ഞ വിലക്ക് വിറ്റു. എല്ലാ പശുവിന്റെയും ഗതി ഇങ്ങനെ. കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യും, കൊടുക്കാൻ നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. ഹലോ, ബെല്ലടിയായിട്ട് ഒന്ന് നിന്നൂടെ? ഇതെന്താ എത്ര ഡിമാൻഡ്? അയ്യോ, ഞാൻ വിചാരിച്ചു സോഫ ആയിരിക്കുമെന്ന്. അതിനെന്താ, എനിക്കിഷ്ടായി. എന്ത് ഈ വിളിയേ? അതല്ല, ഞാൻ ലിസീനെ തെറ്റിദ്ധരിക്കരുത്. ഋഷിയറിന് എന്തിനാ എത്ര പേടി? ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല, മനസ്സിൽ വെച്ചാ പോരെ. എന്ത്? എന്തും. ആകെ കുഴപ്പമല്ല. അവൾ എന്ത് വിചാരിക്കുമോ? തപ്പി നിൽക്കാതെ വേഗം കുടിച്ചു തീർക്കടാ, എനിക്ക് വേറെ പണിയുണ്ട്. മൂസൊക്കെ പറഞ്ഞെങ്കിലും ഇത്ര കിളപ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ ഇവന്റെ കാര്യമാ പറഞ്ഞത്. എന്തായാലും എനിക്കിഷ്ടായി. ഒന്ന് നിന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വീണടം വിഷ്ണു ലോകം, അതായി വിത്ത് കളക്കാരന്റെ സ്വഭാവം. എന്താ എന്റെ കൂടെ കൂടുന്നോ? കാളവർക്ക് കാളക്കാരനും കൊള്ളരുതാത്തവനും ഒക്കെ ആയിരുന്നു ഒരിക്കൽ. പക്ഷെ ഞങ്ങളുടെ അപ്പം മരിച്ചിട്ടില്ല. അപ്പം മരിക്കുമ്പോ ഞങ്ങൾ ആലോചിച്ചോളാം ആരുടെ കൂടെ കൂടണോന്ന്.
നോക്കട്ടെ. ഇരിക്കോട്ട്. നീർക്കോലി മറ്റോ ആയിരിക്കും. സാരമില്ല. ആ തോമസ് കുട്ടിയ വാ വാ. എന്റെ മോൻ നന്നായി പഠിച്ച് വലുതായി ഈ വീട് പുലർത്തണം. പുഴയിൽ പോയി മീൻ പിടിച്ച് സമയം കളയരുത്. അപ്പൻ എന്താ നേരത്തെ എന്നോട് ഇങ്ങനെയൊന്നും പറയാതിരുന്നത്? അപ്പന് മോനോട് ഇതൊക്കെ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പനെ കുറിച്ച് അമ്മയും മക്കളും അങ്ങനല്ലോ കരുതിയിരിക്കുന്നത്. ഞാനൊരു മുരടനല്ലേ, മുരടൻ. മോനെ നീ കടയിൽ പോകുന്നില്ലേ? ദാ അമ്മ വിളിക്കുന്നു, മോമ്പോ. ഇങ്ങോട്ട് വന്നു. ഹലോ, എങ്ങനുണ്ട് ജോസഫ് നമ്മുടെ ചേലക്കരയിലെ താമസമൊക്കെ? തരക്കേടില്ല. കൊച്ചി അടുത്തായതുകൊണ്ട് കൊതുക് ഇത്തിരി കൂടുതലാ. തനിച്ച് കിടന്നാ ഉറക്കം വരത്തില്ലല്ലയോ? അങ്ങനെയൊന്നുമില്ല. ആ, കള്ള് ഷാപ്പിലേക്കാണോ? ഓ ഇത്തിരി, ബാക്കി വീട്ടിൽ വെക്കും. പതിവുകാർക്ക് ഓരോ ഗ്ലാസ് കൊടുക്കണ്ടേ? എന്താ സേവയുണ്ടോ? വല്ലപ്പോഴും ആ, അപ്പൊ ഉണ്ട് കള്ളൻ. ആ തോട്ടിനക്കര എന്റെ വീട്. സന്ധ്യയാകുമ്പോ അങ്ങോട്ട് പോര്, ആരും അറിയത്തില്ല. വരണേ. നല്ല ഒന്നാന്തര അന്തിയ. ഇപ്പൊ വന്ന നന്നായി. എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നതല്ല. പിടിച്ചാട്ടെ. കേട്ടോ മോനെ, നല്ല ഒന്നാന്തരം കാളക്കാരനാ. ഒരർത്ഥത്തിൽ വർക്കിച്ചേട്ടൊന്ന് പിന്നെ നിക്കണം അല്ലേ? നീ കണ്ടിട്ടില്ലല്ലോ? ഇപ്പം കണ്ടു. ആ കണ്ടോ? ഇങ്ങനുണ്ട്? കൊള്ളാം. കള്ളത്ര ശീലല്ലല്ലയോ? കള്ളായോണ്ടാ? ആ, എനിക്ക് അപ്പോഴേ തോന്നി. ഞാനൊരു മിലിറ്ററി കരുതിയിട്ടുണ്ട്. നല്ല സ്വയംഭ സാധനമാ. നീ അതിങ്ങ് എടുത്തേടി. ത്രിഗുണനാ ജോസേ, ത്രിഗുണൻ. അതാ ഇഷ്ടം. കല്യാണം കഴിച്ചിട്ടില്ല. ആള് ഫ്രഷാ.